Okay, good afternoon to all. എന്താണ് ഡിസ്കഷൻ ഡൗട്ട് എന്താണ് പറയൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മിസ് എക്സാമിനെ പറ്റി സംസാരിച്ചതാ. Okay, so how are you all? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ആക്റ്റീവ് ആണല്ലോ അവർ. എന്താണ് മിണ്ടാത്തെ? ഫൈൻ മിസ്. ഓക്കെ, ഞാനാണോ നിങ്ങളോട് സുഖമാണോ എന്ന് ചോദിക്കുന്ന ഒരേ ഒരു മിസ് ഞാനാണോ? ഞാനാണോ ചോദിക്കാറ് സുഖമാണോ എന്ന്? ആണോ? ഓക്കെ, ഞാൻ എല്ലാ ക്ലാസ്സിലും ചോദിക്കുന്ന അത് ശീലമായി പോയി, അതുകൊണ്ടാണ്. ഓക്കെ, എന്തെങ്കിലും വിശേഷം പറയൂ. നല്ല വിശേഷം. നല്ല വിശേഷം. ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെ പോകുന്നു? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? ഇംഗ്ലീഷ് ക്ലാസ് ഇങ്ങനെ ആയിരിക്കണം മിസ്സേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്താലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു, എന്താണെങ്കിലും പറയാം. എന്താണെന്ന് മിണ്ടാത്തത്? ക്ലാസ് എക്സാം ഇംഗ്ലീഷ് ഉണ്ടാവും? ഇല്ല, സന്തോഷം. എക്സാം ഇല്ലെന്ന് പറഞ്ഞാൽ ഇനി ആരും ജോയിൻ ചെയ്യില്ല. സത്യമല്ലേ? ആണോ? ഇംഗ്ലീഷ് മാത്രം ടെൻഷനാണ് ടീച്ചർ. എന്തിനാണ് ടെൻഷൻ? എന്തിനാ പേടിക്കുന്നേ? ഒരു ലാംഗ്വേജ് അല്ലേ, അതിനെ വെറുതെ പേടിക്കുന്നതിനാ? നമ്മള് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാല് ഏത് ലാംഗ്വേജ് നമുക്ക് സംസാരിക്കാൻ പറ്റും? നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ? നിങ്ങൾ കഷ്ടപ്പെടുന്നില്ല. ആ ലാംഗ്വേജ് പഠിക്കണം എന്നൊരു ആഗ്രഹം മാത്രമേ നിങ്ങൾക്ക് ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലല്ലേ പഠിക്കാൻ പറ്റൂ, സംസാരിക്കാൻ പറ്റൂ. ആണോ? നിങ്ങള് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരട്ടെ. ഇപ്പൊ എല്ലാവരും ഫോണിലാണല്ലോ, റീൽസ് കാണാ, ഷോർട്സ് കാണാ, അല്ലെ? കുക്കിങ്ങിന്റെ വീഡിയോസ് കണ്ടു എന്ന് വിചാരിക്കുക. കുക്കിംഗ് വീഡിയോസ്, ഫുഡിന്റെ വീഡിയോസ് കണ്ടു എന്ന് വിചാരിക്കുക. അതിനെ കണ്ടിങ്ങനെ എന്താ കൊതി വരാല്ലാതെ നമ്മുടെ കൊതി മാറും? ഇല്ല. ഒന്നില്ലെങ്കിൽ അത് നമ്മൾ പുറത്തു പോയി വാങ്ങി കഴിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കണം. കഴിക്കണം എന്തായാലും, അല്ലേ? ആണോ? എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല. ശരിയാണോ? നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പറയൂ. എല്ലാവരും പറയും. ഞാൻ മിണ്ടാതിരിക്കുക ക്ലാസ്സിൽ. ഞാൻ ക്ലാസ് എടുക്കുന്നില്ലല്ലോ, ജസ്റ്റ് ഒരു ഇന്ററാക്ഷൻ അല്ലേ. സോ കൂടെ സംസാരിക്കൂ. അല്ലെങ്കിൽ ഒരാളിങ്ങനെ വെറുതെ സംസാരിക്കണ്ടേ? എന്തെങ്കിലും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും. ട്രൈ ചെയ്യുന്നുണ്ട് എന്നാണോ? ഇല്ല എന്നാണോ? ഉണ്ട് ആണ്. അപ്പൊ അതിനുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടോ? ഷുവർ ആണ്. 100% അല്ല, 100% റിയലി ഷുവർ ആണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അതിന് നമുക്ക് ആ ഒരു റിസൾട്ട് എന്തായാലും കിട്ടി. അറിയാലോ അവരൊക്കെ, അല്ലെ? പ്രത്യേകിച്ച് ഞാനും അത് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യവും ഇല്ല. ശരിയല്ലേ? ഇപ്പോ തരുന്ന നോട്ട്സ്, ഡെയിലി സെന്റൻസ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ?
പറയൂ. ജെന്യൂൻ ആയിട്ട് അത് യൂസ്ഫുൾ ആണ്. useful ആണ്. ഒരുപാട് യൂസ്ഫുൾ ആണ് വേണ്ടത്. ഓക്കെ, മിക്ക ഡെയിലി സെന്റൻസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷേ നമ്മളത് നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യാത്ത ഒന്നാണ്. കേൾക്കുമ്പോൾ അറിയാം, പക്ഷെ നമ്മുടെ മനസ്സിൽ വരുന്നില്ല. ശരിയല്ലേ? ആണ്. അങ്ങനെ വരണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? നമ്മൾ കുറച്ചുകൂടെ പരിശ്രമിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, നമ്മുടെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ? അതെ. മാക്സിമം അങ്ങനെ ചെയ്യൂട്ടോ. ഇംഗ്ലീഷ് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ നമ്മൾ കുറച്ചുകൂടെ അതിനെ അപ്രോച്ച് ചെയ്താല് താൻ ഇങ്ങോട്ട് വരും, പിന്നെ നമ്മൾ വിട്ടു പോകില്ല, ഇഷ്ടപ്പെട്ട് ചെയ്യും. എന്തോ നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തേണ്ട ആവശ്യമുണ്ടോ ശരിക്കും? ഇല്ല. ടൈം താനേ വരും അല്ലേ? ശരിയാണ്. അതിനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ സത്യത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇഷ്ടമാണോ? അതെ. അതെ. അപ്പൊ അതിന് സമയം കണ്ടെത്തണ്ട, താനേ വരില്ലേ അല്ലേ? അതെ. അതെ. അപ്പൊ അങ്ങനെ ഫോളോ ചെയ്യൂട്ടോ. കോഴ്സ് കഴിഞ്ഞാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാവും. കാരണം നിങ്ങൾ ഇപ്പൊ മാത്രമേ കോഴ്സിൽ ഇപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് ഉള്ളത് കൊണ്ടാണ് കുറച്ചെങ്കിലും ഇംഗ്ലീഷ് നിങ്ങൾ നോക്കുന്നത്. കോഴ്സ് കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. സോ ആ ടച്ച് അങ്ങോട്ട് പോകും. പിന്നെ നിങ്ങൾ നോക്കില്ല, ആരും നിങ്ങളോട് പറയുന്നില്ല, നിങ്ങൾ കേൾക്കുന്നില്ല, ഇംഗ്ലീഷ് പഠിക്കണം ഒന്നും പറയുന്നില്ല, കേൾക്കുന്നില്ല. സോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ നിങ്ങൾ പോകും. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടാവാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഏകദേശം കുറെ കാര്യങ്ങൾക്ക് അറിയാം. സോ ഇനി ഒരു ഇൻഫർമേഷനും നോളജും ഒന്നും സ്റ്റോപ്പ് ചെയ്യാതെ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാം. വീണ്ടും അല്ല, കണ്ടിന്യൂ ചെയ്തിട്ട് പോകാം. ഇൻഫർമേഷൻസ് ധാരാളം കളക്ട് ചെയ്യാം, റെഫർ ചെയ്യാം. ഓക്കെ, ഒരു കാര്യം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ പറ്റും. അതിൽ നിന്ന് പിടിച്ചു കയറാൻ. ഓക്കെ, സോ ഡോണ്ട് ലോസ് യുവർ ഹോപ്പ്. പ്രതീക്ഷ വിടരുത്. ഇനി സംസാരിക്കാൻ പറ്റും എന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോവാൻ അതിനു വേണ്ടി ശ്രമിക്കാം. ഒരു ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ സംസാരിക്കാൻ പറ്റും. ഓക്കെ, എന്താണ് ഒന്ന് ആക്റ്റീവ് ആയിട്ടിരുന്ന എല്ലാവരും? എന്താണ് നിങ്ങൾ പൊതുവെ ആക്റ്റീവ് അല്ലാതിരിക്കുന്നവരാണ്? ഓക്കെ, സംസാരിക്കൂ. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്, ഒരു വാക്ക് നിങ്ങൾ തിരിച്ചു പറയുന്നുണ്ടോ? യെസ് മിസ്, ഓക്കെ മിസ്, ചെയ്യാൻ മിസ്, ട്രൈ ചെയ്യുന്നുണ്ട്, കഴിഞ്ഞു. അങ്ങനെയാണോ? ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഡേ ക്ലാസ് ഓർമ്മയുണ്ടോ? ഇംഗ്ലീഷ് ക്ലാസ് ഓർമ്മയുണ്ടോ? അന്ന് നിങ്ങൾ സംസാരിച്ച പോലെയാണോ ഇപ്പൊ സംസാരിക്കുന്നേ? അല്ല, പിന്നെ എന്തൊരു കൂളായിരുന്നു. ഇപ്പൊ എങ്ങനെയാണോ? ഇപ്പൊ സംസാരിക്കുന്നില്ല. ഞാൻ അന്നും പറഞ്ഞു നിങ്ങൾ സംസാരിക്കാതെയാകും, നമ്മുടെ ക്ലാസ്സിൽ സ്ട്രെങ്ത് കുറയും. ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ? മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളല്ലേ? പക്ഷെ ഇപ്പോഴും നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എത്ര പ്രാവശ്യം ഞാൻ വന്നിവിടെ പറഞ്ഞാലും നോ ചേഞ്ച്. എക്സാം ഇല്ല, ഇംഗ്ലീഷ് എക്സാം ഇല്ല, റിലാക്സേഷൻ ആണ് കംപ്ലീറ്റ്, നമുക്ക് ഇന്ററാക്ട് ചെയ്ത് പഠിക്കാം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത് അല്ലേ? പക്ഷെ ആരും ഇന്ററാക്ട് ചെയ്യുന്നില്ല. ഇത് ഞാനെന്ത് സംസാരിക്കാൻ? ഞാനപ്പോ വേണ്ടില്ല, ഞാൻ ക്ലാസ്സിലേക്ക് പോകും അല്ലേ? Okay, so take your notebook and write down the contribution of daily sentence. Okay, in a way you are right. In a way you are right. Anyway, let's try our best. Anyway, let's try our best.
മാം ലെറ്റ്സ് ഗോ എന്നാണോ? Yeah. Let's go. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും കേട്ടോ. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. അങ്ങനെ കണ്ടപ്പോ തന്നെ ഒന്ന് ചോദിക്കാം കേട്ടോ. Yeah, come, one way, let's go. Sorry, it was not deliberate. I'm afraid we are late. Be practical. Be sensible. Be reasonable. Be confident. Don't be disappointed. Don't be cheap. Don't be greedy. Please keep me informed. Keep all mistake on. Don't misunderstand me. It's none of your business. Mind your own business. Don't interfere in my personal matters. Mind your words. I'm in a fix. I'm in a fix. Take time. Don't lose your heart. Not up to my expectation. Not up to the mark. Don't feel bad about me. Don't exaggerate.
Okay, clear? കഴിഞ്ഞോ? Yes. Yes, okay. So let's start down the Malayalam reading. Anyway, you are right. ഒരു തരത്തിൽ നീ പറയുന്നത് ശരിയാണ്. ഒരു തരത്തിൽ നീ പറയുന്നത് ശരിയാണ്. Anyway, you are right. ഒരു തരത്തിൽ നീ പറയുന്നത് ശരിയാണ്. ഒരു തരത്തിൽ നീ പറയുന്നത് ശരിയാണ്. Anyway, let's try our best. എന്തായാലും നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. എന്തായാലും നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. Anyway, let's try our best. Anyway, let's try our best. എന്തായാലും നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. Okay, come with me, let's go. Come with me, let's go. വരുന്നത് വരട്ടെ നമുക്ക് പോകാം. വരുന്നത് വരട്ടെ നമുക്ക് പോകാം. Come with me, let's go. Sorry, it was not deliberate. ക്ഷമിക്കണം, ഇത് മനഃപൂർവ്വമായിരുന്നില്ല. Sorry, it was not deliberate. ക്ഷമിക്കണം, ഇത് മനഃപൂർവ്വമായിരുന്നില്ല. Sorry, ഇത് മനഃപൂർവ്വമല്ല. മനഃപൂർവ്വം ചെയ്തതല്ല. മനഃപൂർവ്വമായിരുന്നില്ല. Okay, sorry, it was not deliberate. Then I'm afraid we are late. അയ്യോ, നമ്മൾ നേരം വൈകിയിരിക്കുകയാണ്. നമ്മൾ ലേറ്റ് ആയിരിക്കുകയാണ്. I'm afraid we are late. നമ്മൾ ലേറ്റ് ആയിരിക്കുകയാണ്. Then സ്പീഡ് കൂടുന്നുണ്ടോ? Yes. Okay. The first one, in a way, you are right. ഒരു തരത്തിൽ നീ പറയുന്നത് ശരിയാണ്. Anyway, let's try our best. എന്തായാലും നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. Come with me, let's go. വരുന്നത് വരട്ടെ നമുക്ക് പോകാം. And sorry, it was not deliberate. ക്ഷമിക്കണം, ഇത് മനഃപൂർവ്വമായിരുന്നില്ല. Then I'm afraid we are late. അയ്യോ, നമ്മൾ ലേറ്റ് ആയിരിക്കുന്നു. ലേറ്റ് ആയിരിക്കുകയാണ്. ഇതുവരെ ഓക്കെ ആണോ? മാം, കം വാട്ട് മേ ലെറ്റ്സ് ഗോ, അതിന്റെ മീനിങ് ഒന്ന് പറയാമോ? വരുന്നത് വരട്ടെ നമുക്ക് പോകാം. വരുന്നത് വരട്ടെ നമുക്ക് പോകാം. ബാക്കിയെല്ലാം നോക്കിയല്ലേ? മിസ്സിംഗ് ഉണ്ടോ? ക്ലിയർ? ക്ലിയർ മാം. ഓക്കെ, നെക്സ്റ്റ് ബി പ്രാക്ടിക്കൽ. പ്രാവർത്തികമായി ചിന്തിക്കും. മീനിങ് വേണ്ടെങ്കിൽ എഴുതുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മീനിങ് ഏകദേശം നമ്മുടെ മനസ്സിലുണ്ട്. ഇനി പക്കാ മലയാളത്തിന്റെ ആവശ്യമില്ലല്ലോ. ബി പ്രാക്ടിക്കൽ, പ്രാവർത്തികമായി ചിന്തിക്കുക. ബി സെൻസിബിൾ, വിവേകത്തോടു കൂടി ചിന്തിക്കുക. ബി പ്രാക്ടിക്കൽ, പ്രാവർത്തികമായി ചിന്തിക്കുക. ബി സെൻസിബിൾ, വിവേകത്തോടു കൂടി ചിന്തിക്കുക. ബി റീസണബിൾ, ന്യായപരമായി ചിന്തിക്കുക. ബി റീസണബിൾ, ന്യായപരമായി ചിന്തിക്കുക. ബി റീസണബിൾ, ന്യായപരമായി ചിന്തിക്കുക. ന്യായപരമായി ചിന്തിക്കുക. ബി കോൺഫിഡൻസ്, അറിയാലോ, കോൺഫിഡന്റ് ആയി ഒരു ആത്മവിശ്വാസമുള്ള ഒരാളായിരിക്കുക. ആത്മവിശ്വാസമുള്ള ഒരാളായിരിക്കുക. ബി കോൺഫിഡൻസ്. Then don't be disappointed. നിരാശപ്പെടരുത്. Don't be disappointed. നിരാശപ്പെടരുത്. Don't be disappointed. നിരാശപ്പെടരുത്. Don't be cheap. Cheap ആവരുത്. തരം താഴരുത്. അതിനാണ് ചീപ്പ് ആവരുത്. Don't be greedy. ആർത്തി പാടില്ല. Don't be greedy. ആർത്തി പാടില്ല. Please keep me informed.
പ്ലീസ് കീപ് മീ ഇൻഫോംഡ്. കാര്യങ്ങൾ എപ്പോഴും എന്നെ അറിയിച്ചു കൊണ്ടിരിക്കുക. പ്ലീസ് കീപ് മീ ഇൻഫോംഡ്. കാര്യങ്ങൾ എപ്പോഴും എന്നെ അറിയിച്ചു കൊണ്ടിരിക്കുക. പ്ലീസ് കീപ് മീ ഇൻഫോംഡ്. കാര്യങ്ങൾ എപ്പോഴും എന്നെ അറിയിച്ചു കൊണ്ടിരിക്കുക, ഇൻഫോം ചെയ്തുകൊണ്ടിരിക്കുക. Don't misunderstand me. എന്നെ തെറ്റിദ്ധരിക്കരുത്. Don't misunderstand me. എന്നെ തെറ്റിദ്ധരിക്കരുത്. You are mistaken. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. You are mistaken. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. Then don't misunderstand me. എന്നെ തെറ്റിദ്ധരിക്കരുത്. You are mistaken. തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. It's none of your business. It's none of your business. ഇതിൽ നീ ഇടപെടേണ്ട കാര്യമില്ല. It's none of your business. ഇതിൽ നീ ഇടപെടേണ്ട കാര്യമില്ല. It's none of your business. ഇതിൽ നീ ഇടപെടേണ്ട കാര്യമില്ല. Mind your own business. Mind your own business. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. Mind your own business. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. Okay. Don't interfere in my personal matters. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടരുത്. Don't interfere in my personal matters. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടരുത്. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടരുത്. Don't interfere in my personal matters. Mind your words. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക. Mind your words. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക. Mind your words. I'm in a fix. I'm in a fix. ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്. പെട്ടിരിക്കുന്ന ഒരവസ്ഥയില്ലേ? ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്. I'm in a fix. I'm in a fix. ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്. I'm in a fix. ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്. Take time. സമയം എടുത്തോളൂ. Take your own time എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം എടുക്കുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് take time. സമയം എടുത്തോളൂ. സമയം എടുത്തുകൊള്ളൂ. Don't lose your heart. Don't lose your heart. മനസ്സ് വിഷമിക്കരുത്. Don't lose your heart. മനസ്സ് വിഷമിക്കരുത്. മനസ്സ് വിഷമിക്കരുത്. Don't lose your heart. Not up to my expectation. Not up to my expectation. എന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ആയില്ല. എന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ആയില്ല. Not up to my expectation. എന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ആയില്ല. Not up to the mark. Not up to the mark. ഉദ്ദേശിച്ച നിലവാരത്തിൽ എത്തിയില്ല. ഉദ്ദേശിച്ച നിലവാരത്തിൽ എത്തിയില്ല. Not up to the mark. ഉദ്ദേശിച്ച നിലവാരത്തിൽ എത്തിയില്ല. Not up to the mark. Don't feel bad about me. Don't feel bad about me. എന്നോട് അലോക്യമൊന്നും തോന്നരുത്. എന്നോട് അങ്ങനെ ബാഡായിട്ട് തോന്നരുത് എന്ന് പറയില്ല. അതാണ് Don't feel bad about me.
Don't exaggerate. Don't exaggerate. പെരുപ്പിച്ച് പറയരുത്. Don't exaggerate. പെരുപ്പിച്ച് പറയരുത്. Okay. Clear ആണോ? എഴുതി കഴിഞ്ഞോ? Yes, ma'am. Yes. Okay. So next tempest നമ്മൾ എവിടെ വരെ എഴുതി? Betty bought some better butter. Okay. So next tempest ആണ് എഴുതിട്ടോ. Yeah. Don't postpone the program. The People's Party stands for the progress of the public to prove the popular thoughts. Okay. Don't postpone the program. The People's Party stands for the progress of the public to prove the popular thoughts. Okay, right now. Don't postpone the program. The People's Party stands for the progress of the public to prove the popular thoughts. Okay, finished? Yes. Yes, finished. Finished, not. So finished. Past tense ആണ്. കഴിയുക എന്നല്ല, കഴിഞ്ഞു എന്നല്ലേ പറയാം. Finished. Yeah. Okay. കഴിഞ്ഞു. എല്ലാരും കഴിഞ്ഞല്ലോ? Yes, ma'am. So now, yeah. Okay, now it's your turn. So read it carefully and correct pronunciation, modulation. Okay, ഇതെല്ലാം നോക്കിയിട്ട് വായിക്കാം. Okay. So വായിക്കൂ. എല്ലാവരും വായിക്കോട്ടോ. First, left side of the. So who is going to read first? Who's first to read the lieutenants and time to start? എന്താണ്? Be confident. എഴുതി വെച്ച കാര്യം തന്നെയാണ്. അതെനിക്കും പറയാനുള്ളത്. Be confident.
Okay. Yes. Vishana. Yes, miss. Yeah. In a way, you are right. Anyway, let's try our best. Come what may, let's go. Sorry, it was not deliberate. I am afraid we are late. Be practical, be sensible, be reasonable, be confident. Don't be disappointed. Don't be cheap. Don't be greedy. Please keep me informed. You are mistaken. Don't understand me. It's none of your business. Mind your own business. Don't interfere in my personal matters. Mind your word. I'm in a fix. Take time. Don't lose your heart. Not up to my expectation. Not up to the mark. Don't feel bad about me. Don't exaggerate. And thanks, Roy. Don't postpone the program. The People's Party stands for the progress of the public to prove the popular thoughts. 3 times. 3 times, okay. Don't postpone the program. The People's Party stands for the progress of the public to prove the popular thoughts. Don't postpone the program. The People's Party stands for the progress of the public to prove the popular thoughts. Don't postpone the program. The People's Party stands for the progress of the public to prove the popular thoughts. Okay? Okay. Yeah. Then who's next? ഞാൻ പറയാം മാം. Okay. In a way, you are right. Anyway, let's try our best. Come what may, let's go. Sorry, it was not deliberate. I'm afraid we are late. Be practical, be sensible, be reasonable, be confident. Don't be disappointed. Don't be cheap. Don't be greedy. Please keep me informed. You are mistaken. Don't misunderstand me. It's none of your business. Mind your own business. Don't interfere in my personal matters. Mind your words. I'm in a fix. Take time. Don't lose your heart. Not up to my expectation. Not up to the mark. Don't feel bad about me. Don't exaggerate. Thank Mister. Don't postpone the program. The People's Party stands for the progress of the public to prove the popular thought. Don't postpone the program. The People's Party stands for the progress of the public to prove the popular thought. Don't postpone the program. The People's Party stands for the progress of the public to prove the popular thoughts. Okay, Lemon? Yeah. Okay. Then Niara. Shalini. Thank you. Yeah. Thank you, Shalini. In a way, you are right. Anyway, let's try our best. Come what may, let's go. Sorry, it was not deliberate. I am afraid we are late. Don't be cheap. Don't be greedy. Please keep me informed. You are mistaken. Don't misunderstand me. It's none of your business. Mind your business. Don't interfere. Take time. Don't lose your head. Not up to my expectation. Not up to the mark. Don't feel bad about me. Don't exaggerate. Understood? Don't postpone the program. The People's Party stands for the progress of the public to prove the popular thoughts. Don't postpone the program. The People's Party stands for the progress of the public to prove the popular. Don't postpone the program. The People's Party stands for the progress of the public to prove the popular thoughts. Yeah. Okay. Then Niara. Niara, വായിക്കാം. Yeah. Jinsi. Yeah. Thank you. വായിക്കട്ടെ മാം. Thank you. In a way, you are right. Anyway, let's try to our best. Come what may, let's go. So it was not deliberate. I'm afraid we are late. Be practical, be sensible, be reasonable, be confident. Don't be disappointed. Don't be cheap. Don't be greedy. Please keep me informed. You are mistaken. Don't misunderstand me.
It's none of your business. Mind your own business. Don't interfere in my personal matters. Mind your words. I'm in a fix. Take time. Don't lose your heart. Not up to not up to my expectation. Don't not up to the mark. Don't feel bad about me. Don't disagree. മാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൽ വായിക്കുന്നത്. അതിന്റെ ഒരു കുറച്ച് പ്രശ്നമുണ്ട്. Okay. ഞാൻ ഡ്യൂട്ടിയിലും കൂടെ ആണ് അതുകൊണ്ടാണ്. എന്തോ ഞാൻ ഡ്യൂട്ടിയിലാണ് അതുകൊണ്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ സോറി മാം. അയ്യോ ഓക്കെ ഓക്കെ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മതി കേട്ടോ. വായിക്കാം. ഞാൻ ഇതിൽ ഫസ്റ്റ് ടൈം ആണ് ടോൺ ചെയ്യുന്നത്. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. കൂളായിട്ട് വായിക്കാം. ഓക്കെ വായിക്കട്ടെ മാം. ചെറിയൊരു ടെൻഷൻ ഉണ്ട് മാം. ചെറുതല്ലേ അത്, വലിയ ടെൻഷനാണ്. Don't postpone the program. The People's Park stands for the progress of the public to prove the popular thoughts. Don't postpone the program. The People's Park stands for the progress of the public to prove the popular thoughts. Okay, ma'am. ഓക്കെ ജിൻസി ഫസ്റ്റ് ടൈം ആണോ ലൈവ് ക്ലാസ്സില്? അല്ല ഞാൻ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട് മാം. പക്ഷേ ഡ്യൂട്ടി ടൈമിലായതുകൊണ്ട് മ്യൂട്ടഡ് ആയിരിക്കും എപ്പോഴും. ഓക്കെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചു. പക്ഷെ അപ്പോഴത്തേക്ക് ടൈം ഓവറായി. അതുകൊണ്ട് റീഡ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. ആ ശരി ശരി നമുക്ക് വായിക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഞാൻ വായിപ്പിക്കുന്നുണ്ട്. അല്ല ഇപ്പൊ ഈ ക്ലാസ്സിൽ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് വായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സോ പക്ഷെ ചെറുതായിട്ടൊരു ടെൻഷൻ. ഓക്കെ എന്നൊരു കാര്യം ചെയ്യൂ, കഴിഞ്ഞ ക്ലാസ്സിൽ വായിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ വായിക്കും. Let's make it today. കുഴപ്പമില്ലല്ലോ വായിക്കാൻ? ഇല്ല മാം കുഴപ്പമില്ല. ഓക്കെ കണ്ടു. Let's make it today. Is it a good film? Most of us are going there. By the way, what about a picture tonight? I'm extremely sorry. I understand. Well, let's move. I doesn't sound sensible. No possibilities at all. Preserve your clean image. Come here. He always support me. Can I expect it today? I prefer to go by a car. What's the time? You can't escape for French. We have got to discuss it in detail. Be polite to others. I can't express it in words. No information at all. I am confused. We can't confirm it right now. My time is precious. Be a vicious reader. I didn't go there. I want to talk to you. Yeah. Thank you, Mr. ma'am. BT bought some butter, but the butter was bitter. So BT bought some butter to make the bitter butter better, and the butter made the bitter butter better. BT bought some butter. Betty, not Betty. Betty. Okay, Betty bought some butter, but Betty bought some butter, but the butter was bitter. So Betty bought some butter to make the bitter butter better, and the bitter butter to make the. അത് ഞാൻ കാര്യം ചെയ്യട്ടെ. വെച്ചർ നന്നായിട്ട് പറയുന്നുണ്ട്. ബട്ടർ എന്താണ് ബട്ടർ എന്ന് പറയുന്നത്? Butter. ബട്ടർ. അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. ഒന്ന് റിലാക്സ് ചെയ്ത് പറഞ്ഞോക്കെ. Betty bought some butter, but the butter. Okay, Ananda. ഫസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ മലയാളം മനസ്സിലായോ? മീനിങ് മനസ്സിലായോ? അല്ല ഞാൻ വായിക്കുന്നതിലാണോ പ്രശ്നം അതോ വായിക്കുന്നതില് സ്പീഡില് ഫുൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഫുൾ സ്റ്റോപ്പ് ചെയ്യാം. സ്പീഡ് ആണെങ്കിൽ പോലും സ്റ്റോപ്പ് ചെയ്യാം. Betty bought some butter, but the butter was bitter. So Betty bought some better butter to make the bitter butter better.
ആൻഡ് ബെറ്റർ 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 അതിലൊരു മീനിങ് ഉണ്ട്. ആ കറക്റ്റ് ആ ലൈൻ തന്നെ പറയണം. ഓക്കെ നോക്കി അത് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട്. ഇനി വായിക്കണോ? യാ Bitty bought some butter, but the butter was bitter. So Bitty bought some better butter to make the bitter butter better, and the better butter made the bitter butter better. ഇറ്റ്സ് എ ബെറ്റർ വൺ അല്ലേ? Thank you. സെറ്റ് ആയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ടെൻഷൻ ഫ്രീ ആയോ? അത് ഓരോരുത്തർ കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആവും. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? നെക്സ്റ്റ് ആരാ വായിക്കാം? ഷഹുമ വായിക്കോ? In a way, you are right. Anyway, let's try your best. Come, what may, let's go. Sorry, it was not deliberate. I am afraid we are late. Be practical. Be sensible. Be reasonable. Be confident. Don't be disappointed. Don't be cheap. Don't be greedy. Please keep me informed. You are mistaken. Don't misunderstand me. It's none of your business. Mind your own business. Don't interfere in my personal matter. Mind your words. I'm in a fix. Take time. Don't lose your heart. Not up to my expectation. Not up to the mark. Don't feel bad about me. Don't exaggerate. Don't postpone the program. The People Party stands for the progress of the public to prove the popular thought. Don't postpone the program. The People Party stands for the progress of the public to prove the popular thought. Don't postpone the program. The People Party stands for the progress of the public to prove the popular thought. Yeah, okay, okay, Sharma. Next, Sangeeta. Yes, ma'am. Ready? In a way, you are right. Anyway, let's try our best. Come what may, let's go. Sorry, it was not deliberate. I'm afraid we are late. Be practical. Be sensible. Be reasonable. Be confident. Don't be disappointed. Don't be cheap. Don't be greedy. Please keep me informed. You are mistaken. Don't misunderstand me. It's none of your business. Mind your own business. Don't interfere in my personal matters. Mind your words. I'm in a fix. Take time. Don't lose your heart. Not up to my expectation. Not up to the mark. Don't feel bad about me. Don't exaggerate. Don't postpone the program. The People's Party stands for the progress of the public to prove the popular thoughts. Don't postpone the program. The People's Party stands for the progress of the public to prove the popular thoughts. Don't postpone the program. The People's Party stands for the progress of the public to prove the popular thoughts. Yeah, okay. Then, Salim Qasim. ഞാൻ പേര് മറന്നു. Suhana. Okay, correct. In a way, you are right. Anyway, let's try your best. Come what may, let's go. Sorry, it was not deliberate. I am afraid we are late. Be practical. Be sensible. Be reasonable. Be confident. Don't be disappointed. Don't be cheap. Don't be greedy. Please keep me informed. You are mistaken. Don't misunderstand me. It's none of your business. Mind your own business. Don't interfere in my personal matters. Mind your words. I am in a fix. Take time. Don't lose your heart. Not up to my expectation. Not up to the mark. Don't feel bad about me. Don't exaggerate. Thank you, sir. Don't postpone the program. The People's Party stands for the progress of public to prove the popular thoughts. Don't postpone the program. The People's Party stands for the progress of the public to prove the popular thoughts. Don't postpone the program. The People's Party stands for the progress of the public to prove the popular thoughts. Okay, സുഹാന എന്നല്ലേ പറഞ്ഞു? അതെ. അതെ. Okay, ഇനി നെക്സ്റ്റ് ആരാ?
Asiya പറയൂ. Yes, ma'am. In a way, you are wrong. Anyway, let's try ourselves. Come back, let's go. So it was not celebrated. I am afraid we are right. Be practical, be sensible, be reasonable, be confident. Don't be disappointed. Don't be greedy. Please keep me informed. You are mistaken. Don't misunderstand me. Let's mind your own business. Don't interfere in my personal matters. Mind your words. I am in a fix. Take time. Don't lose your head. Not up to my expectant. Not up to me, Mark. Don't feel bad about me. Don't exaggerate. Don't postpone the program. The people parties stand for the progress of the public to grow the popular thoughts. Postpone the program. The People's Party stand for the progress of the public to grow the popular thoughts. Yeah. Okay, Asiya. Next, Ashwini. In a way, you are right. Anyway, let's try our best. Come what may, let's go. Sorry, it was not deliberate. I am afraid we are late. Be practical, be sensible, be reasonable, be confident. Don't be disappointed. Don't be cheap. Don't be greedy. Please keep me informed. You are mistaken. Don't misunderstand me. It's none of your business. Mind your own business. Don't interfere in my personal matters. Mind your words. I'm in a fix. Take time. Don't lose your heart. Not up to my expectation. Not up to my mark. Don't feel bad about me. Don't exaggerate. Don't postpone the program. The People's Party stands for the progress of the public to prove the popular thoughts. Don't postpone the program. The People's Party stands for the progress of the public to prove the popular thoughts. Don't postpone the program. The People's Party stands for the progress of the public to prove the popular thoughts. Yeah. Okay, Shri. Yeah. ഒരു 3 സെന്റൻസ് കൂടി ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എഴുതി വെക്കാം കേട്ടോ. The first one, stop accusing me. You seem down today. Let go of me. Okay? 3 എഴുതിയെടുക്കാം. Stop accusing me. You seem down today. Let go of me. Okay, then the meaning stop accusing me. എന്നോട് ചോദിച്ചത് മതി എന്നോട് ചോദിച്ചത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? മതി എന്നോട് ചോദിച്ചത്, അതാണ് മീനിങ് കേട്ടോ. മതി എന്നോട് ചോദിച്ചത്, എന്നോട് ചോദിച്ചത് മതി. Stop accusing me. Then you seem down today. ഇന്നൊരു ഷാറിലല്ലോ നിനക്ക് ഇന്നൊരു ഷാറിലല്ലോ. You seem down today. കാരണം ഇത്ര ആക്റ്റീവ് ആണെന്ന് തോന്നുന്നില്ല, കുറച്ച് എന്തോ ഒരു ഉഷാറ് കുറവ് പോലെ. You seem down today. കുറച്ച് ഡൗൺ ആണെന്ന് തോന്നുന്നു അല്ലെ? അവരെന്തിനാണ് നീ ഇന്ന് കുറച്ച് ഡൗൺ ആണെന്ന് തോന്നുന്നല്ലോ. ആ ഒരു മീനിങ് ആണ് വരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മീനിങ് എഴുതി വെക്കാം. Then let go of me. Let go of me means എന്നെ വിടൂ. ദയവായി എന്നെ വിടൂ. Let go of me. എന്നെ വിട്ടേക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ ഒരു മീനിങ്ങിലാണ് let go of me വരാം. Stop kissing me. എന്നോട് ചോദിച്ചത് മതി. Yeah. Then you seem down today. ഇന്ന് കുറച്ച് ഡൗൺ ആണെന്ന് തോന്നുന്നു. Let go of me. എന്നെ വിട്ടേക്കോ, എന്നെ വിടൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, ഇതില് ഡെയിലി സെന്റൻസ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടോ? ആരൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്? എന്താണെങ്കിലും ഓപ്പൺ ആയിട്ട് പറയും. ഇല്ലെങ്കിൽ ഇല്ലെന്നാണെങ്കിൽ പറയണം. നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ എനിക്ക് ചീത്ത പറയാനൊന്നേ വേണ്ടിയല്ല. പ്രാക്ടീസ് ചെയ്യാറില്ല മാം, പക്ഷെ
ഡെയിലി സെന്റൻസ് തന്നത് നമ്മൾ ഓരോന്ന് പറയുമ്പോ ആലോചിക്കാറുണ്ട് ഇതിന് ഇങ്ങനെയാണല്ലോ പറയുന്നതെന്ന് ചിന്തിക്കാറുണ്ട്. അപ്പൊ ആലോചിക്കുമ്പോ ഇങ്ങനെ പറയാം. എല്ലാവരും അല്ലെ ക്ലാസ്സിൽ മാത്രം നോക്കുക. ഓക്കെ, അപ്പോ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. പ്രാക്ടീസ് ചെയ്യാൻ ടൈമില്ല, നമുക്ക് ക്ലാസ്സിൽ വെച്ച് കുറച്ച് ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല മാം. അതല്ലേ കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ വെച്ച് മാത്രമേ നടക്കുകയുള്ളൂ. നിങ്ങൾക്ക് അറിയാം. അപ്പൊ മാക്സിമം ക്ലാസ്സിൽ വെച്ച് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നല്ലേ ഏറ്റവും ബെറ്റർ ആണോ? ഒപ്പീനിയൻ അതെ മാം. അതെ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫുൾ പ്രാക്ടീസ് ചെയ്താലോ? ഇന്ന് ഇതുവരെ എടുത്തത് ഫുള്ള് പ്രാക്ടീസ് ചെയ്താലോ? ഓക്കെ ഓക്കെ. ചെയ്യാം. കാരണം അതിനുശേഷം ഞാൻ ഇടക്ക് മലയാളം ചോദിക്കും, അത് ഇംഗ്ലീഷ് പറയേണ്ടി വരും. ഓക്കെ, എന്തായാലും നിങ്ങൾ പഠിക്കണം. പഠിക്കാതെ പറ്റില്ല. നിങ്ങൾ സ്വയം പഠിക്കില്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ വെച്ച് പഠിക്കാം, ഒരുമിച്ച് പഠിക്കാം. ഓക്കെ ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ? ഓക്കെ മാം. ഓക്കെ, അപ്പൊ മാക്സിമം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കാം കേട്ടോ. പഠിക്കാം, നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. So let's find a place class. Okay, thank you all. See you on the next class. Thank Okay. you, ma'am. Okay, Thank bye. you, ma'am.